ഡോക്ടറെ ഈ കൂർക്കമ്പലി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നൊന്ന് വിശദമാക്കാം. ഓക്കെ, അപ്പം സിമ്പിൾ സ്നോറിങ് ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന അസുഖമാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു ഫ്രഷ് ആയിരിക്കില്ല, ഒരു ഉറക്കം മതിയാവാത്ത ഒരു അവസ്ഥയായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകും, ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ഇടയ്ക്ക് ഉറക്കം തോന്നും, എപ്പോഴും ഒരു ഫ്രഷ് അല്ലാത്തൊരവസ്ഥ. അതാണ് മെയിനായിട്ട് ഈ ഒരു ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയ്ക്ക് നമുക്ക് പകല് തോന്നുന്ന ലക്ഷണങ്ങൾ. നമുക്കൊരിക്കലും ഫ്രഷായി തോന്നില്ല. പിന്നെ രാത്രി നല്ല ബുദ്ധിമുട്ടുണ്ടാവും, ശബ്ദം ഉണ്ടാവും, അല്ലെങ്കിൽ ശ്വാസം ഇടയ്ക്കിടയ്ക്ക് നിന്ന് പോകും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടിനും തലച്ചോറിനൊക്കെ അതിൻ്റെ സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടും, ലോഡ് കൂടും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഹാർട്ട് അറ്റാക്കും അല്ലെങ്കിൽ സ്ട്രോക്കോ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ഈവൻ സഡൻ ഡെത്ത് വരെ സംഭവിക്കാൻ ഒരു സാധാരണ ആളെക്കാട്ടും അറൗണ്ട് ഒരു 60% ചാൻസ് കൂടുതലാണ് സ്നോർ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ OSA ഉള്ള ആളുകൾക്ക്. ഡോക്ടർ, നമുക്ക് മറ്റൊരു പ്രേക്ഷക കൂടി ചേരുന്നുണ്ട്. മേരിയാണ് വിളിക്കുന്നത് തൃശ്ശൂരിൽ നിന്ന്. ചോദിച്ചോളൂ ഡോക്ടറോടാ. ഹലോ. പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ. പറഞ്ഞോളൂ മാഡം. എന്റെ പേര് മേരി, ഞാൻ തൃശ്ശൂരിനാണ് വിളിക്കുന്നത്. എന്റെ മകന് 28 വയസ്സ്. അവൻ ചില പൊസിഷനിൽ കിടക്കുമ്പോ നല്ല കൂർക്കമ്പലിയുണ്ട്. ഓക്കെ, എത്ര കാലമായിട്ടുണ്ട്? ഒരു 6 വർഷത്തോളായിട്ടുണ്ട്. ഓക്കെ, എവിടെയെങ്കിലും കാണിച്ചിരുന്നോ? എന്നിട്ട് കാണിച്ചോ? അപ്പൊ പറഞ്ഞു സ്ലീപ്പ് സ്റ്റഡി ഒക്കെ വേണമെന്ന് പറഞ്ഞു. അതെ. അപ്പൊ അങ്ങനെ അതൊരു പ്രശ്നമുള്ളതാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒന്ന് സ്ലീപ്പ് സ്റ്റഡിയാണ്. ഉറങ്ങുന്ന സമയത്ത് ഈ ഒരു കൂർക്കമലി കാരണം ജസ്റ്റ് ശബ്ദം മാത്രമാണോ അതോ ശ്വാസം നിന്ന് പോകണ്ടോ എന്നൊക്കെ അറിയാനും നമ്മുടെ ഹാർട്ടിനും ഒക്കെ ലോഡ് വരുന്നുണ്ടോ, ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സ്ലീപ്പ് സ്റ്റഡി എന്നൊരു ടെസ്റ്റ് ചെയ്ത് നോക്കണം ഒന്ന്. രണ്ടാമത്തെ കാര്യം എൻഡോസ്കോപ്പി ടെസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ മൂക്കിലും തൊണ്ടയിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള എൻഡോസ്കോപ്പി ടെസ്റ്റും ഉണ്ട്. ഈ 2 ടെസ്റ്റും നോക്കിയിട്ടാണ് നമ്മൾ അതെന്തെങ്കിലും ചികിത്സ വേണ്ടതാണോ എന്ന് മനസ്സിലാക്കേണ്ടത്. അതെ. ഇവന് പണ്ട് കാലത്ത് നല്ല ജലദോഷമൊക്കെ വന്ന സമയത്ത് കാണിച്ചപ്പോ ആ മൂക്കിന്റെ അവിടെ ഒരു വളവുണ്ട്. അപ്പൊ അന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ചെറുപ്പത്തിലെ. അന്ന് ചെയ്തില്ല. 10 വർഷത്തിന് മുമ്പ്, അല്ല 10 വയസ്സിന് മുമ്പ് ചെയ്തില്ല അന്ന്. ഇപ്പൊ മൂക്കടപ്പുണ്ടോ? മൂക്കടപ്പൊന്നുമില്ല, ജലദോഷമില്ല, മൂക്കടപ്പില്ല, അങ്ങനത്തെ ഒന്നുമില്ല, അസുഖങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതൊന്നുകൂടി നോക്കേണ്ടി വരും മാഡം. ലൈക്ക് തടസ്സം ഉണ്ടോ എപ്പോഴും, അതോ എന്താണ് കാരണം എന്നുള്ളത് കണ്ടെത്തണം ആദ്യം. ഈ തടിയൊക്കെ ഉള്ള ആളാണെങ്കിൽ തടി കുറച്ചാൽ കുറെയൊക്കെ സമാധാനം ഉണ്ടാവും. അത്ര ഓവർ വെയിറ്റ് ഒന്നുമില്ല. അപ്പൊ പിന്നെ അതൊന്ന് എൻഡോസ്കോപ്പി ഒക്കെ നോക്കിയിട്ട് തീരുമാനിക്കേണ്ടി വരും എത്രത്തോളം പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം. അതെ. അപ്പൊ ഡോക്ടറെ കാണണം. ഡോക്ടറെ കാണിച്ചിട്ട് അവരത് സജസ്റ്റ് ചെയ്ത് തരും. ഒരു ENT സർജനെ കാണിച്ചു കഴിഞ്ഞാൽ അവരത് സജസ്റ്റ് ചെയ്ത് തരും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്.